ഏവർക്കും സ്പോട്ടോപ്പയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള അർജന്റീന സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ക്വാഡ് അനാലിസിസ് ആണ് നമ്മുടെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അർജന്റീന ടീമിനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. മെസ്സിയുടെ കീഴിൽ അവരാ നടന്നു വരുന്നത് കാണാൻ തന്നെ ഭയങ്കര ചേലാണ് അല്ലെ. അത് മെസ്സിക്കും ഈ അർജന്റീന ടീമിനും മാത്രം അവകാശപ്പെടാനുള്ളതാണ്. ഒരാൾക്ക് വേണ്ടി ഒരു ടീം മൊത്തം പോരാടുക, യുദ്ധത്തിന് വരെ തയ്യാറെടുക്കുമെന്ന് പറഞ്ഞ് സ്വന്തം കളിക്കാർ തന്നെ മുന്നിലോട്ട് വരിക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അർജന്റീന ടീമിനോട് തോന്നുന്ന ഒരു സ്നേഹമൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ആ മെസ്സിക്ക് വേണ്ടി അവര് എന്തും നേടാൻ തയ്യാറെടുക്കുന്ന ഒരു ടീമായിട്ടാണ് അവര് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. 2021 കോപ്പ അമേരിക്ക നേടി, 2022 വേൾഡ് കപ്പ് നേടി, അതിൻ്റെ ഇടയിൽ ഒരു ഫൈനലിസ്റ്റ് അവർ നേടി. അങ്ങനെ കിരീടങ്ങൾ നേടിക്കൊണ്ടാണ് അവരുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജേണിയിൽ ഇപ്പോൾ ഒരു കോപ്പ അമേരിക്ക കൂടി വന്നെത്തിയിരിക്കുകയാണ്. അടുത്ത കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു കോപ്പ അമേരിക്ക കിരീടം കൂടി അവർ നേടുമോ എന്നുള്ളതാണ് എല്ലാ അർജന്റീന ആരാധകരും കാത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നിലവിലെ സ്ക്വാഡ് നോക്കുമ്പോൾ നല്ലൊരു സ്ക്വാഡായിട്ട് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം വേൾഡ് കപ്പിലുള്ള ഒട്ടുമിക്കുള്ള പ്ലെയേഴ്സും ഇപ്പോൾ കോപ്പ അമേരിക്ക സ്ക്വാഡിലും ഇടം നേടിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഗോൾ കീപ്പേഴ്സ് നോക്കുമ്പോൾ അർമാനിയും എമി മാർട്ടിനസുമാണ് ഗോൾ കീപ്പേഴ്സിൽ എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം എമി മാർട്ടിനസ് തന്നെ ആയിരിക്കും നിലവിലെ ഫോമിൽ അർജന്റീന സ്ക്വാഡിൽ കളിക്കാനുള്ള സാധ്യത കൂടുതൽ. കാരണം പുള്ളിക്കാരൻ്റെ ഫോമൊന്നും പറഞ്ഞറിയേണ്ട കാര്യമില്ല. അർമാനിയും മികച്ചൊരു പ്ലെയറായിട്ട് തന്നെയാണ്, മികച്ചൊരു ഗോൾ കീപ്പറാണ്. അപ്പോൾ അദ്ദേഹത്തെയും നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. ഇനി ഡിഫൻഡേഴ്സിലേക്ക് വരുമ്പോൾ ഒരു പിടി ഡിഫൻഡേഴ്സ് തന്നെ അവരുടെ പക്കലുണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു പിടി ഡിഫൻഡേഴ്സാണ് അർജന്റീനയ്ക്കുള്ളത്. അവരെ കടന്ന് മറിഞ്ഞൊരു ഗോൾ അടിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് വേൾഡ് കപ്പ് കൊണ്ടും കോപ്പ അമേരിക്ക കണ്ട പ്രേക്ഷകർക്ക് മൊത്തം അറിയുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഡിഫൻഡേഴ്സിനെ നയിക്കാൻ പോകുന്നത് ഓട്ടോമെൻ്റി തന്നെയായിരിക്കും. അതുപോലെ തന്നെ റൊമേറോ ഉണ്ട്, മാർട്ടിനസ് ഉണ്ട്, ടാഗ്ലാഫിക് ഉണ്ട്, അതുപോലെ തന്നെ മൊളീനിയ ഉണ്ട്, അക്കൂന ഉണ്ട്. അങ്ങനെ ഒരുപിടി പ്ലെയേഴ്സ് അർജന്റീന സ്ക്വാഡിലുണ്ട് ഡിഫൻഡേഴ്സിൽ. അപ്പോൾ അവരെല്ലാവരും മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ക്ലബിൽ. അപ്പോൾ എന്തായാലും അതേ ഫോം തന്നെ അർജന്റീനയിൽ തുടർന്ന് കഴിഞ്ഞാൽ അർജന്റീന പോലൊരു ടീമിനെ പിടിച്ചു കെട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഇനി അർജന്റീനയുടെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന മിഡ്ഫീൽഡേഴ്സിലേക്ക് ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരുപിടി പ്ലെയേഴ്സ് തന്നെ മിഡ്ഫീൽഡേഴ്സിൽ ഉണ്ട് എന്നുള്ളതാണ്. മക്കലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ്, പലാഷ്യസ്. ഇപ്പോൾ ബയർ ലെവർകുസനിൽ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന പലാഷ്യസ് ഒക്കെ അർജന്റീന ടീമിലാണ് ഉള്ളത്. അതുപോലെ തന്നെ എൻസോ ഫെർണാണ്ടസിനെ പറഞ്ഞു, പാരഡസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിപ്പോൾ ഉണ്ട്. അങ്ങനെ 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 ഒരു പിടി പ്ലെയേഴ്സ് തന്നെ മിഡ്ഫീൽഡേഴ്സിൽ ഉണ്ട്. മക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും ഒക്കെ മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. എൻസോ ഫെർണാണ്ടസിന് പരിക്കായിരുന്നു ഈ സീസണിൽ. അപ്പോൾ എന്തായാലും പരിക്ക് മാറിയാണ് പുള്ളിക്കാരൻ ഇപ്പോൾ കോപ്പ അമേരിക്ക സ്ക്വാഡിൽ ഇടം നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയാനുള്ള ഒരു പ്ലെയറാണ് ലോ സെൽസോ. വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ കോപ്പ അമേരിക്ക അർജന്റീന കിരീടം നേടുമ്പോൾ ആ ഒരു ബോള് കൊടുത്തത് നമ്മൾ ആരും മറന്നു കാണില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങന്മാരി പാസുകൾ മിഡ്ഫീൽഡിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു പ്ലെയറാണ് ലോ സെൽസോ. അപ്പോൾ ലോ സെൽസോന്റെ വരവൊക്കെ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ബൂസ്റ്റ് ആവുന്ന കാര്യം തന്നെയാണ്. ഇനി നമുക്ക് പോകേണ്ടത് ഫോർവേഡ്സിലേക്കാണ്. ഫോർവേഡ്സിനെ കുറിച്ച് എന്തൊക്കെ പറയുക എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഫോർവേഡ്സിനെ നയിക്കുന്നത് മറ്റാരുമല്ല, വേൾഡ് ഫുട്ബോളിലെ ഗോട്ട് ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീനയാണ് ഫോർവേഡ്സിൽ ഇപ്പോൾ മെസ്സി തന്നെയായിരിക്കും നയിക്കാൻ, വേറെ ആരല്ലേ അതിൽ. അപ്പോൾ അതുപോലെ തന്നെ ലോട്ടോറോ മാർട്ടിനസ് ഉണ്ട്, കൊറിയ ഉണ്ട്, അൽവാരസ് ഉണ്ട്, ഡീമരിയ ഉണ്ട്. അങ്ങനെ ഒരു പിടി പ്ലെയേഴ്സ് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതിൽ മാറ്റി നിർത്തിയൊരു പ്ലെയർ എന്ന് പറയുന്നത് പൗളോ ഡിബാലയാണ്. റോമയിൽ മികച്ച രീതിയിലാണ് പുള്ളിക്കാരൻ കളിച്ചുകൊണ്ടിരുന്നത്. 16 ഗോളുകളൊക്കെ പുള്ളിക്കാരൻ നേടിയിരുന്നു. പക്ഷേ ലയണൽ സ്കലോണി അദ്ദേഹത്തെ നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുള്ള കാരണം അദ്ദേഹത്തിന് വ്യക്തമാക്കിയിട്ടുള്ളത്, ഈ ഒരു സ്ക്വാഡിൽ, എൻ്റെ ഈ ഒരു ടീമിൽ താങ്കൾക്ക് ഇടമില്ല എന്നുള്ളതാണ്. കാരണം ലയണൽ മെസ്സി ഓൾറെഡി കളിക്കുന്നുണ്ട്. അപ്പോൾ ലയണൽ മെസ്സിയുടെ പൊസിഷൻ തന്നെയാണ് ഡിബാല കളിക്കുന്നത്. അപ്പോൾ നിലവിൽ
അങ്ങനെ ഒരു സാധ്യത ഡിബാലയ്ക്കില്ല എന്നുള്ളതാണ് ലയണൽ സ്കലോണി വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ മെസ്സിക്ക് പരിക്കായാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. എന്തായാലും നമുക്ക് കണ്ടറിഞ്ഞ് തന്നെ കാണാം അർജന്റീന ഈ വർഷം കോപ്പ അമേരിക്ക നേടുവോ ഇല്ലയോ എന്നുള്ളത്. ഏതായാലും ഈ ഒരു മാസം കൂടി നമുക്ക് കാത്തിരുന്നാൽ അതിനുള്ള ഉത്തരം കിട്ടും. കോപ്പ അമേരിക്കയിൽ എന്തായാലും അർജന്റീനയുടെ സ്ക്വാഡ് മികച്ച ഒരു സ്ക്വാഡ് തന്നെയാണ്. അവർ അടുത്ത ഒരു കോപ്പ അമേരിക്ക കിരീടം കൂടി സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ എന്നാലും ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.